ഹായ് ഗെയ്സ്, ഇനി മോക്ക് ഡ്രില്ലിന് 1 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 4 മണിക്ക് മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോക്ക് ഡ്രിൽ എന്താണെന്നുള്ള കാര്യം എല്ലാവരും വീഡിയോസിലൂടെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ആരും കാണുന്നില്ല. എല്ലാവരും കാണുന്നത് മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞ ഒരു മോക്ടെയിൽ കുടിക്കുന്ന ഒരു പ്രതീതിയിലാണ് കാണുന്നത്. നമുക്ക് മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു, അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയലാണ് നടക്കുന്നത്. പല വീഡിയോസിന്റെ അടിയിൽ ഒരുപാട് ബാഡ് കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. 2 ടൈപ്പ് സൈറൻസ് ഉണ്ട്. അപ്പോൾ ഈ ലോങ് ടൈപ്പ് സൈറൻ നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യണം. മൊബൈലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ സേഫ് ആയിട്ട് ഇരുട്ടത്താണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓഫീസിലാണെങ്കിൽ അവിടെ എല്ലാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇരിക്കുക. പാത്രം ഇട്ട് അടിക്കണോ, സൗണ്ട് ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ബാഡ് കമന്റ്സ് ഇടുന്നുണ്ട്. അവർ 4 മണിക്ക് സൈറൻ കേൾക്കുന്ന സമയത്ത് എല്ലാവരും സേഫ് ആയിട്ട് തന്നെ, പുറത്ത് നിൽക്കുന്നവരൊക്കെ വീടിനകത്തേക്ക് സേഫ് ആയിട്ട് സ്ഥലത്തിരിക്കണം. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കരുതേണ്ടതെന്നാണ് ഫസ്റ്റ് എയ്ഡ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫുഡ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും സേഫ് ആയിട്ട് കരുതി വെക്കേണ്ടതാണ്. നമ്മൾ യുദ്ധങ്ങളൊക്കെ നമ്മൾ ടിവിയിലൂടെയും അല്ലാതെ പത്രത്തിലൂടെ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. നേരിട്ടൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നേരിട്ട് അനുഭവിക്കാൻ മാത്രമേ അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ബാഡ് കമന്റ്സ് ഇടുന്നവരോടൊന്നും തീർച്ചയായും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്ത് ചെയ്യണമെന്ന് ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാക്കും. ബൈ.